കിതാബുൽ അദ്കിയയിൽ, അദ്കിയ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനികളുടെ കിതാബ്. ആ ബുദ്ധിമാനികളുടെ കിതാബാകുന്ന കിതാബുൽ അദ്കിയയിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു 500 വർഷം മുമ്പ് മഹാനവറുകൾ എഴുതി വെച്ചു. ഖുർആന്റെ വെളിച്ചത്തിൽ, ഹദീസിന്റെ വെളിച്ചത്തിൽ എന്താ മൂപ്പര് പാടിയത്? വദവാഉ ഖൽബിൻ, ഹൃദയത്തിൻ്റെ മരുന്നാകുന്നത്, ഹൃദയം ശുദ്ധിയാവാനുള്ള, ഹൃദയത്തിൽ തഖ്വണ്ടാകാനുള്ള, ബഹുമാനിക്കേണ്ടതിനോട് ബഹുമാനങ്ങളും ആദരിക്കേണ്ടതിനോട് ആദരവും ഉണ്ടാകേണ്ടതായ ആ ഹൃദയങ്ങൾക്കാണ് ഹൃദയം ശുദ്ധിയാവുക എന്ന് പറയാ. അങ്ങനെയുള്ള ബഹുമാനം ആദരവും ഉണ്ടാകാൻ 5 മരുന്ന് നമ്മൾ ഉപയോഗിക്കണം. ഖംസത്തുന്നത് 5 എണ്ണമാണ്. ഫതിലാവത്തും ബിതദബ്ബുരിൽ മഅന, ഖുർആനിൻ്റെ ബഹുമാനം ഉൾക്കൊണ്ട് ഒരുപാട് ഖുർആൻ ഓതണം. പള്ളന്ന് പട്ടിണി കിട്ടണം. അതാണ് റമദാനിലെ നോമ്പ്. ഹൃദയശുദ്ധിയുടെ 5 മരുന്നാണ് റമദാൻ മാസത്തിൽ. ഒലിൽ ബത്നിൽ ഖലാ, അതിൻ്റെ ഭാഗമാണ് റമദാൻ നോമ്പ്. പള്ള കാലിയാക്കണം. കാലത്തിൻ്റെ ഒരു മാറ്റം. പള്ള പട്ടിണിയാകുമ്പോൾ കൽബ് ശുദ്ധി ഉണ്ടാവും. രാത്രിയിൽ പ്രത്യേകമായി സുന്നത്ത് സ്കരിക്കുക. രാത്രിയിൽ സുന്നത്ത് സ്കരിക്കണം നമ്മൾ. നാലാമത്തത്, അത്തായ സമയത്ത് അല്ലാഹു തആലാക്ക് താഴ്മ ചെയ്യണം. അതിനാണ് അത്തായം സുന്നത്താക്കിയത്. എന്തിന്? എന്തെങ്കിലും ഒന്ന് വെച്ച് തിന്നാളി കുടിച്ചാളി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ ഉറക്കൊണ്ടുവരുമല്ലോ. അങ്ങനെയാണല്ലോ, തീറ്റയും കൂടി അങ്ങനെയാണല്ലോ. അത്തായ സമയത്ത് താഴ്മ ചെയ്യണം എന്നുള്ളത്, ആ കാര്യം പൂർത്തിയായി കിട്ടാനാണ് നമുക്ക് അത്തായം കഴിക്കൽ സുന്നത്ത്. എന്തുകൊണ്ട്? വർക്കത്ത് നിന്ന് കാണിച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചവച്ചരച്ച് തിന്നാൽ ആ ക്ഷീണമൊക്കെ ഒന്നാണ്ട് പോകുന്ന റാഹത്താവും. നമ്മൾ സഹവസിക്കുന്നത് നല്ല മനുഷ്യന്മാരോടാവണം. അത് റമദാനിക്ക് വയല് നടക്കും, ഇസ്ബ് നടക്കും. പ്രത്യേകം സാധാരണ ജമാഅത്ത് സുന്നത്തില്ലാത്ത വിത്തുറും അടക്കം ജമാഅത്തായി നിസ്കരിക്കുന്നത് സ്വാലിഹീങ്ങളോട് സഹവാസം കിട്ടാനാ. അല്ലാഹു തആല നല്ല കൂട്ടത്തിൽ പോയി. ഇപ്പം നമ്മൾ നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിലാണ്. ഈ ഒരു സഹവാസം അല്ലാഹ് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ.